നമസ്കാരം. പ്രദക്ഷിണ വഴിയിലേക്ക് സ്വാഗതം. നാലമ്പലങ്ങളുടെ മൂന്നാം ഭാഗം തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയുടെ കരയിൽ ചരിത്രവും ഐതിഹ്യവും ഒരുപോലെ പുകൾ ചേർന്ന് പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. വൈഷ്ണവാചാര്യന്മാരായ ആഴ്വാന്മാർ സ്തുതിച്ച തിരുപ്പതികളിലൊന്നാണ് തിരുമൂഴിക്കുളം ക്ഷേത്രം. ഈ പ്രദേശം 18-ാം നൂറ്റാണ്ടോടെ കൊച്ചി രാജ്യത്തിൽ നിന്നും തിരുവിതാംകൂറിലേക്ക് ചേർക്കപ്പെട്ടു. ആചാരമഹിമയും അതിലേറെ ആഢ്യത്വ പെരുമയുമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാരണങ്ങൾക്ക് ഇടമായ ഒരു ക്ഷേത്രമാണ്. കേരളത്തിൽ 41 ദിവസത്തെ കൂത്തും 3 ദിവസത്തെ കൂടിയാട്ടവും ഇപ്പോഴും അരങ്ങേറുന്ന ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ക്ഷേത്രം. അതുപോലെ തന്നെ ഭൂതകാലത്തിൻ്റെ പ്രത്യേകതകളായി മൂഴിക്കുളം ശാലയും മൂഴിക്കുളം ശാസനവും മൂഴിക്കുളം തളിയുമെല്ലാം പഴയകാല പാരമ്പര്യത്തിൻ്റെ മഹത്തായ ഉദാഹരണങ്ങളായി നമുക്ക് കാണുവാൻ കഴിയും. ദശരഥപുത്രനായ ലക്ഷ്മണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 5.5 അടിയോളം ഉയരത്തിൽ ഉള്ള ഈ വിഗ്രഹം ശംഖും ചക്രവും ധരിച്ച ചതുർബാഹുവായിരുന്നു. എന്നാൽ പടയോട്ട കാലത്ത് ഈ വിഗ്രഹം തകർക്കപ്പെട്ടു എന്നും അതിനുശേഷം അതിൻ്റെ 2 കൈകൾ മാത്രമേ ഇപ്പോൾ നമുക്ക് ദർശിക്കാൻ കഴിയൂ. ക്ഷേത്രവിഗ്രഹം പുനഃപ്രതിഷ്ഠിച്ചപ്പോഴും അറ്റുപോയ കരങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്ന് പ്രശ്നവശാൽ കണ്ടു എന്നാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഐതിഹ്യം. എന്തായാലും തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീചിത്ര തിരുനാളാണ് ഈ ക്ഷേത്രം പുതുക്കി പണിതത്. ക്ഷേത്രത്തിൻ്റെ മുഖമണ്ഡപത്തിൽ കുലശേഖര രാജാവായ ഭാസ്കര രവിവർമ്മൻ പുറപ്പെടുവിച്ച ബ്രാഹ്മണർക്ക് ഭൂമി ദാനമേകുന്നതുമായി ബന്ധപ്പെട്ട ശാസനം കാണാൻ കഴിയും. അത് ഈ ക്ഷേത്രത്തിൻ്റെ പൗരാണികതയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. നേരത്തെ സൂചിപ്പിച്ച മൂഴിക്കുളം ശാല, മൂഴിക്കുളം കച്ചം, മൂഴിക്കുളം തളി എന്നിവ ഈ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ മാത്രമല്ല സാംസ്കാരികമായ ഇടമായിരുന്നു ഈ ക്ഷേത്രം എന്നതിൻ്റെ തെളിവായി കൂടി നമുക്ക് മനസ്സിലാക്കാം. പണ്ടുകാലത്ത് ബ്രാഹ്മണ ബാലന്മാർക്ക് വേദശാസ്ത്രങ്ങളിൽ നൈപുണ്യം നൽകുന്നതിനായി ക്ഷേത്രങ്ങളുമായി ചേർന്ന് ശാലകൾ അഥവാ പാഠശാലകൾ പ്രവർത്തിച്ചിരുന്നു. അതിൽ ഏറ്റവും മുഖ്യമായിരുന്നു തിരുമൂഴിക്കുളം ശാല. ചാത്തിരന്മാർ, അതായത് ബ്രാഹ്മണ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവർ, ആ ചാത്തിരർക്കും അധ്യാപകരായ ഭട്ടന്മാർക്കും ഭക്ഷണമൊരുക്കുവാൻ ക്ഷേത്രം വക പാഠം വിട്ടു നൽകിയിരുന്നു. ഇന്നും ഉണ്ണിപ്പാഠം എന്ന് ആ പാഠങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ശാലകൾ
അതുപോലെ കുടികളും ഉണ്ടായിരുന്ന ഇടം എന്ന അർത്ഥത്തിൽ പിൽക്കാലത്ത് ഈ സ്ഥലം ശാലൈക്കുടി എന്ന് അറിയപ്പെട്ടുവെന്നും ശാലൈക്കുടി കാലാന്തരത്തിൽ ചാലക്കുടിയായി രൂപാന്തരം പ്രാപിച്ചുവെന്നുമാണ് സ്ഥലനാമ ചരിത്രകാരന്മാർ വാദിക്കുന്നത്. ഒരർത്ഥത്തിൽ ഈ വാദത്തിന് ഏറെ പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് ഭാഷാപരമായും മനസ്സിലാകും. ഇപ്രകാരം ഒരു നാടിന് ആ ക്ഷേത്രത്തിൻ്റെ തന്നെ നാമധേയം ലഭിക്കുക എന്നത് ആ ക്ഷേത്രം ആ നാടിൻ്റെ സംസ്കാരവുമായി വളരെയേറെ ഇഴുകിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണ്. മൂഴിക്കുളം കച്ചം എന്നത് പഴയ രാജാധികാരങ്ങളുടെ നിയതമായ നിയമവ്യവസ്ഥയിലെ ആദ്യത്തേതാണ്. അധികാരികളും നാട്ടുപ്രമാണിമാരും ഊരാളന്മാരും ഏതു വിധത്തിലാണ് രാജകീയ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് എന്നും പൊതുധനം എങ്ങനെ വിനിയോഗിക്കണമെന്നും ഉള്ള നിയമവ്യവസ്ഥയുടെ പേരാണ് കച്ചം. പിന്നീട് ചരിത്രത്തിൽ ധാരാളം കച്ചങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അപ്രകാരം പരാമർശമുള്ളപ്പോഴും അതിൽ ആദ്യത്തേതും പ്രസക്തമായതും മൂഴിക്കുളം കച്ചമാണ്. ഇത് മൂഴിക്കുളം ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ തെളിവാണ്. കാരണം ആ കാലഘട്ടത്തിൽ ഇപ്രകാരമൊരു വിഷയത്തെ, ഭരണ സംബന്ധമായ വിനിയോഗത്തെ സംബന്ധിച്ച, ധനസംബന്ധമായ വിനിയോഗത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി തിരഞ്ഞെടുത്ത ഇടം മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രമാണ് എന്ന് പറയുമ്പോൾ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യപ്പെടുത്തലുണ്ട്. അന്നത്തെ ഏറ്റവും പ്രസക്തവും പ്രധാനവുമായ ഇടമായിരുന്നു ഈ ക്ഷേത്രം എന്നതിൻ്റെ തെളിവാണ്. മഹോദയപുരം ആസ്ഥാനമായി ഭരിച്ചിരുന്ന പെരുമാൾമാർ ഭരണ സൗകര്യത്തിനായി 4 ഉപദേശക സമിതികൾ രൂപീകരിച്ചിരുന്നു. ഈ ഉപദേശക സമിതികളെ തളികൾ എന്നാണ് വിളിച്ചിരുന്നത്. തിരുവനന്തപുരം, തിരുവല്ല, തിരുമൂഴിക്കുളം, കാന്തല്ലൂർ എന്നിവിടങ്ങളിലായിരുന്നു ഈ തളികൾ പ്രവർത്തിച്ചിരുന്നത്. 32 ബ്രാഹ്മണ ഗ്രാമങ്ങളുടെ നേതൃത്വ ഘടകമായിരുന്നു ഈ തളികൾ. ഈ 4 തളികളുടെയും മേൽത്തളിയായിരുന്നു തിരുമൂഴിക്കുളം തളി. പെരുമാൾ രാജചരിത്രത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം വളരെയേറെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് പ്രധാന തളിയായി മൂഴിക്കുളം തളിയെ കരുതിയിരുന്നത്. മാത്രമല്ല, പെരുമാൾമാർ അവരുടെ പ്രതിപുരുഷനായി ലക്ഷ്മണദേവനെ കാണുകയും അതുകൊണ്ട് തന്നെ തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ എന്ന് ഈ ദേവന് നാമകരണം ചെയ്യുകയും ചെയ്തിരുന്നു. AD 6-നും 9-നും ഇടയിൽ രചിച്ച ഒരു കൃതിയിൽ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് എന്ന് വരുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പഴമയ്ക്ക് മറ്റൊരു ഉദാഹരണവും നമ്മൾ തേടിപ്പോകേണ്ടതേയില്ല. ചരിത്രത്തിനെ പോലെ തന്നെ മൂഴിക്കുളം ക്ഷേത്രത്തിന് ഐതിഹ്യ പെരുമയുമുണ്ട്. ദ്വാപര യുഗാന്ത്യത്തിൽ വിഷ്ണുവിനെ ദർശിക്കുന്നതിനായി മഹാജ്ഞാനിയായ ഹരിത മഹർഷി പുറയാറിൻ്റെ തീരത്ത് കാനന മധ്യത്തിൽ തപസ്സനുഷ്ഠിച്ചു. സംപ്രീതനായി തീർന്ന വിഷ്ണു ദ്വാപരയുഗം അവസാനിക്കുകയാണ്, ഇനി വരുന്നത് കലിയുഗമാണെന്നും കലിയുഗമായതിനാൽ സന്മാർഗം വിട്ടു നടക്കുവാൻ മനുഷ്യൻ തയ്യാറാകുമെന്നും ആ സന്ദർഭത്തിൽ അവർക്ക് വേണ്ട
അറിവുകൾ പകർന്നു കൊടുക്കുന്നതിന് തിരുമൊഴി നൽകി എന്നും കരുതുന്നു. അപ്രകാരം തിരുമൊഴി പിറന്ന കളം എന്ന അർത്ഥത്തിലും തിരുമൊഴിക്കളം പിന്നീട് തിരുമൂഴിക്കളമായി എന്നും തിരുമൂഴിക്കളം പിന്നീട് തിരുമൂഴിക്കുളമായി എന്നും ഒരു സ്ഥലനാമ കഥ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. മേടമാസത്തിലെ അത്തത്തിന് കൊടി കയറി തിരുവോണത്തിന് ഉത്സവം അവസാനിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ഉത്സവ ക്രമം. ലക്ഷ്മണൻ ആദിശേഷൻ്റെ അവതാരമാണെന്നാണ് വിശ്വാസം. ആദിശേഷൻ്റെ അവതാരമാണ് ലക്ഷ്മണൻ എന്നുള്ളത് കൊണ്ട് ഈ ക്ഷേത്ര പരിസരത്ത് വച്ച് സർപ്പദംശനമേറ്റാൽ ഒരിക്കലും മരണം സംഭവിക്കുകയില്ല എന്ന് ഇപ്പോഴും ഈ പ്രദേശത്തുള്ളവർ വിശ്വസിക്കുന്നു. അത് വെറും ഒരു വിശ്വാസം മാത്രമല്ല എന്ന് അനുഭവസ്ഥർ പല സന്ദർഭങ്ങളിലും രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തന്മാരിൽ അധികവും കേരളത്തിന് പുറത്തു നിന്നുള്ള വൈഷ്ണവ വിശ്വാസികളാണ്. പഴമയും മഹിമയും ഒത്തിണങ്ങി ഒപ്പം മനോഹരമായ പ്രകൃതിയും ചേർന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം.